ഹലോ വെൽക്കം ബാക്ക് ടു റേജിയൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് എമ്പുരാൻ മൂവി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ഡേ തന്നെയാണ്, 27th തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ആയിരുന്നു, 11:55 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇവരെല്ലാവരും ഷൂട്ട് കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇതേ പാരഗണിൽ വന്നു, ഷൂട്ട് കഴിഞ്ഞ് നേരെ പാരഗണിൽ വന്നു. ഞങ്ങളിത് ഞങ്ങളുടെ ഡിന്നർ കഴിക്കുവാണ്. നല്ല സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് 2 സ്റ്റാർട്ടറായിരുന്നു പറഞ്ഞത്. പനീറും പിന്നെ നമ്മുടെ ചീര ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പ്രോൺസ് പറഞ്ഞു, അപ്പവും പറഞ്ഞു ഞാനും ഏട്ടനും. ചേച്ചി മഷ്റൂം വരട്ടിയതും അപ്പമായിരുന്നു പറഞ്ഞത്. പിന്നെ ഹരി ഗീ റൈസ് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂവിക്ക് ടൈം ഏകദേശം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ പാരങ്ങളിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ലുലുവിലാണ്, PVRലാണ് ഞങ്ങൾ മൂവി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകണം. ഞങ്ങൾ അങ്ങനെ പാരഗണിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഞങ്ങൾ എമ്പുരാൻ കാണാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എല്ലാവർക്കും. ഒരു 2 വാക്ക് പറയൂ. എമ്പുരാൻ ഒന്നും ഇല്ലാതെ പോയി കാണണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഉള്ളിൽ സാധനം ഉണ്ട്. പക്ഷെ ഞങ്ങൾ മാക്സിമം ഓക്കെ. ക്യാമറ ഓണാക്കിയില്ലായിരുന്നു തോന്നുന്നു, ഓണാക്കിയെന്ന് അറിയില്ല. ക്യാമറ ഓണാക്കിയില്ലായിരുന്നു, ആക്കി ചുമ്മാ. പറഞ്ഞോ, കണ്ടിന്യൂ. ഇനി ഇത് കണ്ടിറങ്ങിയിട്ടും എനിക്ക് റിവ്യൂ തരണേ രണ്ടുപേരും. ഉറപ്പായിട്ടും. ഇപ്പൊ എന്നറിയോ, നമ്മള് ഒരുപാട് ഇങ്ങനെ പറഞ്ഞ എന്താ ഒന്നുമില്ല, ജസ്റ്റ് കാണാം, എന്നിട്ട് നമ്മൾ പറയാം. ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോകും. അത് ഏത് പടമായാലും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ പുതിയൊരു സാധനം കാണാൻ പോകും. ബാക്കി നമുക്ക് കണ്ടിട്ട് തീരുമാനിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. വരുന്നില്ലേ? ഉണ്ട്, ഞാൻ വരുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. അവിടെ ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈദിൻ്റെ ആ ഒരു തുടക്ക സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളിത് നേരെ മുകളിലോട്ട് കയറി. പക്ഷേ ഞങ്ങൾക്ക് ടൈം ഇനിയും ബാക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഷോപ്പുകളൊന്നും അവിടെ എല്ലാം ഇങ്ങനെ ക്ലോസ് ആയി വരുമായിരുന്നു. കാരണം ലേറ്റ് നൈറ്റ് ആയില്ലോ, 11 ഓൾമോസ്റ്റ് ഞങ്ങൾ 11 അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ പിന്നെ ചുമ്മാ ഇങ്ങനെ നടന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്ത് ചെയ്യും എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഓക്കെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിത് നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ എവിടെയും അതും തുറന്നിട്ടുണ്ടായിരുന്നില്ല, കുറേയാണ്. പിന്നെ അമൂല് മാത്രം തുറന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബ്രാൻഡാണ്. നല്ല ഐസ്ക്രീം ഇവിടെ ഇത് മാത്രമേ തുറന്നുള്ളായിരുന്നു. ഈ കുട്ടി ഷുഗർ കട്ടാണ് കേട്ടോ. ഇന്നൊരു എമ്പുരാൻ്റെ ആഘോഷം പ്രമാണിച്ച് ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ചീറ്റ് ഡേ ആണ്, ചീറ്റ് ഡേ. ഇങ്ങനെ പറ്റിക്കണ്ടായിരുന്നു. മാസത്തിൽ 4 ചീറ്റ് ഡേ, ആഴ്ചയിലെന്ന് പറയാം. കുറേ നട്ട്സ് കുഴപ്പമില്ല. തട്ടെ വേണ്ട, കുട്ടിക്ക് തൊണ്ടവേനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞാൻ ഷുഗർ കട്ടായിരുന്നു, അതാണ് എന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ടപ്പോൾ ഒരു കൊതി. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ നിതിൻ ചേട്ടനെയും ഹരിതേനെയും ശില്പേനെയും ഒക്കെ കണ്ടു. അപ്പോൾ അവർ വേറെ ഇതിലായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ലെക്സിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിതേ കയറി. ചേച്ചി ഫുൾ സെറ്റായിട്ടായിരുന്നു, തണുപ്പുള്ളത് കൊണ്ട് ചേച്ചി ഫുള്ള് എന്താ പറയുക, ജാക്കറ്റ് പോലത്തെ ഒരു ഇതൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നില്ല സീറ്റ് കിട്ടിയത്. എനിക്കും ഏട്ടനും ഒരു 3ാമത്തെ ഒരു റോലും ചേച്ചിക്കൊക്കെ ഫ്രണ്ടിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും ടിക്കറ്റിന് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ മൂവി തുടങ്ങി, ഞങ്ങൾ മൂവി കണ്ടു. പിന്നെ എല്ലാവർക്കും അറിയുമായിരിക്കും മൂവീൻ്റെ കൂടുതൽ അഭിപ്രായങ്ങൾ ഞങ്ങൾ അങ്ങനെ പറയണില്ല. ഞങ്ങൾ കണ്ടു, ജസ്റ്റ് എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവരും ക്ഷീണിച്ചു, കാരണം 3 മണിയായി പടം അപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും ടയേർഡ്, എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങളിതേ പോവുകയാണ്. പിന്നെ ഞാനൊരു വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഞങ്ങളിങ്ങനെ ആ താഴെ ഇങ്ങനെ ജസ്റ്റ് ഇത് കണ്ടായിരുന്നു, മുകളിൽ നിന്നാണ് ഞങ്ങളിത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസം തോന്നി. ഒരു ഒട്ടകം, ഒരു അറബിയൊക്കെ ഇങ്ങനെ ഇതിനെ പ്രമാണിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നിയപ്പോൾ ഞങ്ങൾ താഴെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് വീഡിയോ കണ്ടതിന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതാണ് ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോയ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ്. അപ്പോൾ ബൈ.